എന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന പണി ഈ ട്രേ എടുത്ത സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കലാണ്. രാത്രിയാകുമ്പോൾ വെള്ളം പോകാൻ വേണ്ടി ഇറക്കി താഴെ വെക്കുന്നതാണ്. പിന്നെ എന്നത്തെയും പോലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മുട്ടയും പഴമൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മുട്ടയ്ക്ക് ഒരു ചിന്നലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടത് ഭാഗ്യം, അതല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നൊക്കെ പൊട്ടിപ്പോയാന്. അങ്ങനെ അത് ബുൾസൈ ഉണ്ടാക്കി ഓംലേറ്റ് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാമല്ലോ, അത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെന്ന് അധികം പണികളൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം, പിന്നെ ഉച്ചക്കൽക്ക് ചാറുകറി എന്തെങ്കിലും വേണം, ഉപ്പേരികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് മീനിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം മീൻ എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിൽ കൊണ്ടിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രീസറിലായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. വെള്ളയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നാളികേരം അരക്കാൻ വേണ്ടി അതിലോട്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും കൂട്ടി ഇട്ടിട്ട് നാളികേരം അരക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറണ്ട് പോയാൽ പണി കിട്ടും. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ തൊലി പൊളിച്ചെടുത്തു. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പവും സാമ്പാറും ആണ്. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ, നീലമാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി ചെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ മീനിൻ്റെ ഐസൊക്കെ പോയോന്ന് വേണ്ടി നോക്കാൻ പോയപ്പോൾ മീൻ ഐസ് പോയിട്ടില്ല, ഐസ് വിട്ട് വരണുള്ളൂ. വാളയുണ്ട മീൻ. അങ്ങനെ അരപ്പൊക്കെ റെഡി ആയപ്പോഴേക്കും ഞാൻ ചട്ടിയിലോട്ട് പകർത്തി അതിലോട്ട് കൊടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പുമ്പോൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അത് തിളച്ചതിന് ശേഷം ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അതോടെ ഇന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ് കേട്ടോ. കുറച്ച് ഭാഗങ്ങളുള്ളൂ, ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിളച്ച അരപ്പിലോട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അതവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാടാവില്ലേ ഒരുമിച്ചാവുമ്പോൾ. പിന്നെ ഞാൻ ചിയാസീഡിൻ്റെ വെള്ളം കുടിക്കാനിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കിഴങ്ങ് 2 കഷ്ണം പുഴുങ്ങിയതും കുറച്ച് മാങ്ങയും പിന്നെ പഴത്തിൻ്റെ ഒരു പകുതിയും 2 മുട്ടയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് മാറും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോഴേക്കും മീൻകറി അവിടെ തിളച്ചിട്ടുണ്ട്, തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നെയ്യൊക്കെ അതേ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കാച്ചി ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞിട്ട് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാച്ചി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി അവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴത്തേനും അത് സെറ്റായിട്ട് വരും. അങ്ങനെ ഒന്ന് മീൻകറി കണ്ടപ്പോൾ കുറച്ച് ചോറ് തിന്നാനുള്ള പൂതി തോന്നിയിട്ട് അങ്ങനെ കുറച്ച് ചോറും മീൻകറിയും പിന്നെ ക്യാബേജ് ഉപ്പേരി, അമരപ്പയർ ഉപ്പേരി വെച്ചത്, മുതിരുപ്പേരി, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.